ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB ഗൈഡ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോകുകയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായിട്ട് നമുക്ക് അതിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒഫീഷ്യൽ സിലബസ് അല്ല, കാരണം കഴിഞ്ഞ തവണത്തെ ഒരു സിലബസ് വെച്ചിട്ട് പറയുകയാണ്. നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള സിലബസ് വന്നിട്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്തായാലും കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ സിലബസ് വന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല, കാരണം കോമൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സിലബസിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വരുന്നത് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ്. അതിൽ വരുന്നത് ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം, അതുപോലെ കമ്മ്യൂണിസം, കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്, ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, അതുപോലെ പാർട്ണർഷിപ്പിനെ പറ്റി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, അതുപോലെ കോപ്പറേറ്റീവ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആസ് ആൻ എൻ്റർപ്രൈസ്, അതുപോലെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കോപ്പറേഷൻ ഫസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, അതായത് റൊക്കഡെയിൽ പോയിനേഴ്സിൻ്റെ സ്റ്റേജ് 1, അതുപോലെ റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബൈ ICA സ്റ്റേജ് 2 ആണത്. അതുപോലെ കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേജ് 3 വരും. അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ICA ഇൻ 1995 സ്റ്റേജ് 4 ആണ്. അപ്പോൾ ആ 4 സ്റ്റേജിലുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന്, അതുപോലെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. അതിൽ ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്തൊക്കെയാണ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അത് ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ, അതിൽ വരുന്ന PCRDB ആൻഡ് SCRDB. അതിനകത്ത് തന്നെ നെക്സ്റ്റ് ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫെഡറേഷൻസ് ഇൻക്ലൂഡിംഗ് NAFED, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫെഡറേഷൻസ്, ഡയറി കോപ്പറേറ്റീവ്സ്, അതുപോലെ സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫെഡറേഷൻസ്, ഫിഷറി കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻസ്, അങ്ങനെ ഓരോന്നിൻ്റെയും പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ആണെങ്കിലും അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആണെങ്കിൽ അതിൻ്റെ ഫെഡറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണെങ്കിൽ അതിൻ്റെ എന്തൊക്കെ ഫെഡറേഷൻസ് വരുന്നുണ്ടോ അതെല്ലാം, അതുപോലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സും അതിൻ്റെ ഫെഡറേഷൻസ്, അതായത് ഹാൻഡ്ലൂംസ് ആൻഡ് പവർ ലൂംസ്, കയർ ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് ആണെങ്കിൽ അതിൽ ദ സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള എന്തൊക്കെയാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്. അതിൽ NAFED, IFCO, CRIPCO, NABARD, NDDB, NCDC ആൻഡ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആൻഡ് അതർ നാഷണൽ ഓർഗനൈസേഷൻസ് പ്രൊവൈഡിംഗ് അസിസ്റ്റൻസ് ടു ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, അതൊക്കെയാണ്. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ NABARD എങ്ങനെ ഫണ്ട് ചെയ്യുന്നു, ഏതിനൊക്കെ ഫണ്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അതിൽ ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, അഡ്വാൻറ്റേജ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, പലതരത്തിലുള്ള ഓഡിറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽഡായിട്ട് വേണം. അതുപോലെ കമ്പാരിസൺ വേണം. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ടൈപ്പ് ഓഫ് ഓഡിറ്റ്, മെക്കാനിക്കൽ ഓഡിറ്റ്, അതിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ, നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. ഫോർ ഓഡിറ്റ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, സ്റ്റേജ് ഓഫ് പ്രാക്ടിക്കൽ ഓഡിറ്റ്, മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, ദ റീകൺസിലിയേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, കോപ്പറേറ്റീവ് ഓഡിറ്റർ, അതിൻ്റെ ഡ്യൂട്ടീസ്, പവർ, ലയബിലിറ്റീസ്, ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, അസസ്മെൻറ്റ് ആൻഡ് ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. അപ്പോൾ ഓഡിറ്റർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അയാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അയാളുടെ പവർ എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, അതിൻ്റെ എപ്പോഴാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ ആ ഓഡിറ്റിൻ്റെ ബേസിൽ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഓഡിറ്റ് ഫീസ് ഓരോന്നിനും ഡിഫറെൻ്റ് ആണ് ഓരോ സൊസൈറ്റിക്കും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിക്കണം. നെക്സ്റ്റ് വരുന്നത് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, മാനേജിങ് ദ സോഷ്യൽ പ്രോസസ് ഇൻ എ കോപ്പറേറ്റീവ് കോമ്പറ്റീഷൻ, conflict and cooperation, the associative character of cooperative and managing a cooperative association, issues in organizing a cooperative, the size of the organization, small area vs large area, single purpose vs multi-purpose, അതുപോലെ
കോപ്പറേറ്റീവ് മൾട്ടിപർപ്പസ് വി എസ്, മൾട്ടിഫങ്ഷണൽ കോപ്പറേറ്റീവ്സ്, അതുപോലെ യൂണിറ്ററി വി എസ്, ഫെഡറൽ കോപ്പറേറ്റീവ്സ്, ഡിസൈനർ വി എസ്, ഗ്രീൻ ഹൗസ് കോപ്പറേറ്റീവ്സ്, ഇഷ്യൂസ് ഇൻ ഫിനാൻസിങ് എ കോപ്പറേറ്റീവ്സ്, അതുപോലെ ഇവാലുവേറ്റിംഗ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, മെമ്പർ ഡയമെൻഷൻ, എൻ്റർപ്രൈസ് ഡയമെൻഷൻ ആൻഡ് എത്തിക്കൽ ഡയമെൻഷൻ. നെക്സ്റ്റ്, സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, arbitration and awards, provisions and procedures, execution and enforcement of awards, provisions and procedures, appeal, reveal and revision, meaning and distinction, the authority of appeals, അതുപോലെ കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ്, ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ്, പ്രൊവിഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇപ്പം അവാർഡിൻ്റെ സെക്ഷൻസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അപ്പീൽ എപ്പോൾ കൊടുക്കാം, എത്ര മാസത്തിനുള്ളിൽ അല്ല എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാം, അങ്ങനെയുള്ള സെക്ഷൻസ് കാര്യങ്ങൾ, അതുപോലെ ട്രൈബ്യൂണലിൻ്റെ ഏതൊക്കെ സെക്ഷനിലാണ് നമ്മൾ ഡിസ്പ്യൂട്ട് കൊടുക്കുക എന്നുള്ള, മോണിറ്ററി ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ നെക്സ്റ്റ് വരുന്നത് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഗ്രാൻസ്, സബ്സിഡീസ്, ഓൺഡ് ഫണ്ട്സ് ആൻഡ് ബോറോഡ് ഫണ്ട്സ്. അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും അതുപോലെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും ആർക്ക് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, അതുപോലെ ഗ്രാൻസ്, സബ്സിഡികൾ എന്തൊക്കെയാണ്, അതുപോലെ ഓൺഡ് ഫണ്ട്സും ബോറോഡ് ഫണ്ട്സും ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള. അത് ഫസ്റ്റ് തൊട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ കോപ്പറേഷൻ നമ്മുടെ ഇന്ത്യയിൽ വന്നതെന്നുള്ള ആക്ട്, ഫസ്റ്റ് 1904 ആക്ട് തൊട്ടുള്ള കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, ദ ആക്ട്, ദ 1904 ആക്ട്, ദ ആക്ട് ഓഫ് 1912, ട്രാൻസ്ഫർ ഓഫ് കോപ്പറേഷൻ ആസ് എ പ്രൊവിഷണൽ സബ്ജക്റ്റ്. അതുപോലെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെസൊല്യൂഷൻ 1956, ദ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ 1957, ദ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ 1991 ബൈ പ്ലാനിംഗ് കമ്മീഷൻ, ട്രെൻഡ് ടുവാർഡ്സ്, അതുപോലെ പാരലൽ കോപ്പറേറ്റീവ് ലോസ്, ആന്ധ്രാപ്രദേശ് മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1995, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ആൻഡ് ഇറ്റ്സ് റീപ്ലേസ്മെൻറ്റ് ഇൻ 2002. Evolutions of cooperative legislation in Kerala and enactment of Cooperative Societies Act 1969 വരെയുള്ള ആക്റ്റും കാര്യങ്ങളും എങ്ങനെയാണത് 1904 മുതൽ 1969 വരെ ഉള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. അതിനോട് പാരലായിട്ട് വന്നിരിക്കുന്ന കുറേ ആക്റ്റുകളുണ്ട്, അതെല്ലാം പഠിക്കണം. നെക്സ്റ്റ് പാർട്ട് 2-ൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഒറിജിൻ ഓഫ് വേർഡ് ബാങ്ക് തൊട്ടുള്ള കാര്യങ്ങൾ, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം എന്താണ്, യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്തൊക്കെയാണ്, പ്രൈമറി ഫങ്ഷൻസ്, അക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്, അതുപോലെ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്താണ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ബേസിക് സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് ഓഫ് ഫണ്ട്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഡയറക്റ്റ് ലോൺസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ആൻസിലറി സർവീസ്, സബ്സിഡറി ഫങ്ഷൻസ്, അതുപോലെ ഏജൻസി സർവീസ് എന്തൊക്കെയാണ്, ജനറൽ യൂട്ടിലിറ്റി സർവീസുകൾ, പ്രിൻസിപ്പിൾസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ്, ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പ്രൈമറി ഡെപ്പോസിറ്റ് ആൻഡ് ഡെറൈവ്ഡ് ഡെപ്പോസിറ്റ്, ദ ടെക്നിക് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ, ക്രെഡിറ്റ് കോൺട്രാക്ഷൻ, ലിമിറ്റേഷൻ ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാങ്കിനെ പറ്റിയുള്ള ബാങ്ക് എന്നുള്ള വേർഡ് തൊട്ട് അതിൻ്റെ ബേസിക്കുള്ള എല്ലാ കാര്യങ്ങളും വേണം. നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ ബാങ്കിങ് ആണ്. ഡെഫിനിഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്, ദ ഒറിജിൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണലൈസേഷൻ ഓഫ് RBI, ഫങ്ഷൻസ് ഓഫ് RBI, ദ ഇഷ്യൂ ഓഫ് കറൻസി, പ്രിൻസിപ്പിൾസ് ആൻഡ് ദ സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ, RBI ആസ് കറൻസി അതോറിറ്റി, RBI ആസ് എ ബാങ്കർ, ഏജൻറ്റ്, അഡ്വൈസർ ആൻഡ് ഡെപ്റ്റ് മാനേജർ ടു ഗവൺമെൻറ്. അപ്പം നമുക്ക് RBI അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. അതുപോലെ അതിൻ്റെ ഏജൻസി ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും, അതുപോലെ RBI ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്, ഓവർ ഡ്രാഫ്റ്റ്, സെൻട്രൽ ബാങ്ക് ബാങ്കേഴ്സ് ബാങ്ക്, regulation and a supervision of banks by RBI, Reserve Bank as custodian of foreign exchange reserves of the country.
അപ്പം നമ്മുടെ സെൻട്രൽ ബാങ്ക് അതായത് RBI ചെയ്യുന്ന ബേസിക്കായിട്ടുള്ള എല്ലാ ഫങ്ഷൻസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. പിന്നീട് വരുന്നത് ഡെവലപ്മെൻറ്റ് റോൾ ഓഫ് RBI, ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ, ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പറേഷൻ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ബൈ RBI, limitations of OMO, variable reserve requirements, cash reserve ratio and statutory liquidity ratio, quantitative methods of credit control, regulation of consumer credit, a variation of margin requirements and moral suasion, rationing of credit. Next, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ചാണ്. പ്രീ ലിബറലൈസേഷൻ പീരീഡ്, ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ SBI ഒക്കെ ഒറിജിൻ ചെയ്ത് എങ്ങനെയാണെന്നുള്ളതും, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ്, മെർജിങ് ഓഫ് അസോസിയേറ്റ്സ് ബാങ്ക്സ് വിത്ത് SBI, social control over banks, circumstances leading to social control and aims and objectives of the National Credit Council, nationalization of commercial banks, lead banks, അതുപോലെ നെക്സ്റ്റ് scheme, objectives, functions of lead bank, district credit plan, concept of service area approach, differential rate of interest scheme, features of scheme, regional rural bank, objectives, capital structure and management, problems and progress of RRBs and merging of RRBs. നെക്സ്റ്റ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആണ്. അതിൽ പോസ്റ്റ് ലിബറൈസേഷൻ ബാങ്കിങ് ഇൻ ഇന്ത്യയും, മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് ദ നരസിംഹം കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം, നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ്, ദ എൻട്രി ഓഫ് ന്യൂ ജനറേഷൻ ബാങ്ക്സ്, merger and acquisition in the banking sector, local area banks, features, differentiated banks, payments banks and small finance bank, permitted business, financial inclusion concept, RBI and NABARD initiative for financial inclusion. Next, banking legislation in India ആണ്. Banking Regulation Act 1949 with the latest amendment, objectives and the definition of banking company, approved securities, demand and time liabilities, permitted and prohibited business of a banking company, regulation of voting rights of shareholders, restriction as to payment of dividend, and the fund licensing of banking companies, power of inspection and audit of bank accounts, acquisition of banking companies and amalgamation of banking companies, winding up of a company. അങ്ങനെ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് പഠിക്കാനും. നെക്സ്റ്റ്, പ്രാക്ടീസ് ഓഫ് ബാങ്കിങ്. Banker and customer, general and special relationship between a banker and a customer, obligation of banker, honoring of checks, maintaining the secrecy of customer's account, garnished, consequences of wrongful dishonor of check, stop payment of checks, right of a banker, right to general lien, right of set of bankers, right of appropriation, banking ombudsman, objectives, nature of complaints dealt by ombudsman, types of customers, operation and closing of different types of bank accounts, special type of bank customers, accounts of non-resident Indians, joint accounts of partnership firms, joint stock companies, clubs and associations. Next, law relating to negotiable instruments. Characteristics of negotiability, types and features of negotiable instruments, bill of exchange, promissory note and checks, bank draft, pay orders, endorsement of negotiable instruments, legal significance, kinds of endorsement, the crossing of check, the significance of crossing, types of crossing, marking of checks, collecting banker legal status, statutory protection, duties, paying banker, dishonor of checks, statutory protection, payment in due course, holder in due course, modes of charging securities, lien, pledge, hypothecation, mortgage, kinds of a mortgage, guarantee and indemnity, rights and duties of a guarantor. നെക്സ്റ്റ്, അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് ആണ്. അതിൽ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ്, ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം, ക്രോപ്പ് ലോൺസ്, അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം, ഒബ്ജക്റ്റീവ്സ്, പർപ്പസ്, എലിജിബിലിറ്റി, ഫീച്ചേഴ്സ്, ലെൻഡിങ് ടു പ്രയോറിറ്റി സെക്ടേഴ്സ്, കാറ്റഗറീസ്, ടാർജറ്റ് ആൻഡ് സബ് ടാർജറ്റ്സ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, financial development and subsidiary role, microfinance, concept and significance, linking of self-help groups and banks. നെക്സ്റ്റ് വരുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻ ബാങ്കിങ് ആണ്.
Payment and settlement system of RBI, concept of electronic banking, electronic clearing service, real-time gross settlement, national electronic fund transfer, immediate payment, service, അതുപോലെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, അതൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി. അതായത് ഇപ്പം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിനെ പറ്റിയും ഒക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, റൂപേ കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡിജിറ്റൽ ബാങ്കിങ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ വാലറ്റ്, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ, ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം, ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്യാഷ്ലെസ് എക്കണോമി, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് ആണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ബാങ്ക്, കാമൽസ് റേറ്റിംഗ്, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, ടയർ 1 ടയർ 2 ക്യാപിറ്റൽ, റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഓഫ് ബാങ്ക്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അസറ്റ്, പ്രൊവിഷനിങ് ഫോർ NPAs, കൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റൈസേഷൻ, Reconstruction and Security Interest Enforcement under Sarfazi Act 2002, Pradhan Mantri Social Security Scheme implemented through banks, rules for Pradhan Mantri Suraksha Bima Yojana, Pradhan Mantri Jeevan Jyoti Bima Yojana, next Atal Pension Yojana. നെക്സ്റ്റ് പാർട്ട് 3 നമുക്ക് IT ആൻഡ് സൈബർ ലോ ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ അതുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഒഫീഷ്യലായിട്ടൊരു ഇത് വരാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള സബ്ജക്റ്റെല്ലാം നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് പഠിക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം.